അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ടോർച്ച് കൊണ്ട് ഇങ്ങനെ അടിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് വലിയ പ്രയാസമെന്ന് എനിക്കറിയാം. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാത്രികാല യാത്രകളിൽ എതിരെ വരുന്ന വാഹനങ്ങൾ ബ്രൈറ്റിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കണ്ണുകൾക്കും വലിയ പ്രയാസം ഉണ്ടാവാറില്ലേ? നമ്മളും ബ്രൈറ്റിട്ട് പോയാൽ അവർക്കും പ്രയാസം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നാണ് വിശ്വാസികളായ നമ്മുടെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഓപ്ഷൻസും എല്ലാ സമയത്തും മാവുകളും ഉപയോഗിക്കാനുള്ളതല്ല. ആവശ്യമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആവശ്യാനുസരണമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ വസ്തുക്കളും ഉപയോഗപ്പെടുത്തേണ്ടത്. വഴിയിൽ കിടക്കുന്ന മുള്ളുമാറ്റൽ ഈമാനിൻ്റെ ശാഖയിൽ പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വഴിയിലുള്ള ബുദ്ധിമുട്ട് നീക്കുന്നതിന് തുല്യമാണ് എതിരെ വരുന്നൊരു യാത്രികൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ നീക്കുന്നത്. വഴിയിലുള്ള ബുദ്ധിമുട്ട് നീക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ എതിരെ വരുന്നൊരു യാത്രികൻ്റെ എതിരെ വണ്ടി ഓടിച്ചു വരുന്ന വ്യക്തിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ പ്രയാസപ്പെട്ടാലും നമ്മൾ വേദന സഹിച്ചാലും ബുദ്ധിമുട്ട് സഹിച്ചാലും എതിരെ വരുന്നൊരു യാത്രികൻ്റെ ഒരു സഹോദരൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ തടഞ്ഞു നിർത്തിയാൽ, അവർക്ക് സന്തോഷം നൽകിയാൽ അതിന് വലിയ പ്രതിഫലമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ബ്രൈറ്റ് ഇട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടും ബ്രൈറ്റ് ആക്കാതെ ഡിമ്മിൽ തന്നെ നല്ല നിലക്ക് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ, ഇച്ചിരി പ്രയാസപ്പെട്ടാലും സഹിച്ചാലും ഒക്കെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ ചെറിയ പ്രതിഫലമല്ല. നമ്മൾ ആ മനുഷ്യനോട് ഒരല്പം സ്നേഹം, കരുണ, ദയ ഇതൊക്കെ കാണിക്കുമ്പോൾ ആ മനുഷ്യനെ നമ്മയും പടച്ചോൻ നമുക്ക് കരുണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഈ ബൈക്ക് ഓടിക്കുന്നവർ ഈ എന്നൊരു ശബ്ദത്തിൽ ഇങ്ങനെ പോകില്ലേ, ഒരു ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ബൈക്കിൽ ഞാൻ ഉഷാറാണ്, ഞാനൊരു മെയിനാണെന്നൊക്കെ ഒരു ചിന്ത വരുമ്പോഴാണ് ഞാൻ ഒന്ന് ഉഷാറാവട്ടെ, ആൾക്കാരൊന്ന് ശ്രദ്ധിക്കട്ടെ, ആൾക്കാരെന്നൊന്ന് കാണട്ടെ, ഞാനാണ് ഓടിക്കുന്നതെന്നൊന്ന് അറിയട്ടെ, എൻ്റെ കൂട്ടുകാർ രണ്ട് വാക്കിനെ കുറിച്ച് പറയട്ടെ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ റേസ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അടുത്തൊരു കാറിലോ ഒരു ബസ്സിലോ ഒരു പിഞ്ചു പൈതൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം കേട്ടാൽ കൊച്ചു ഞെട്ടി ഉണരൂല്ലേ? എത്രത്തോളം പ്രയാസം ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു പ്രയാസം ഉണ്ടായാൽ വണ്ടി ഓടിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ശബ്ദം, ചെവിയടപ്പിക്കുന്ന ശബ്ദം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ അപകടമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ ഈ ഒരൊറ്റ പ്രവർത്തനം മതിയാകും. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളെയും പ്രയാസപ്പെടുത്താതെ, ആർക്കും ഭാരമാകാതെ നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. നല്ല രൂപത്തിൽ വണ്ടി ഓടിക്കാനും കഴിയണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഇതിൻ്റെ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.